ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഇംഗ്ലീഷ് വാക്കുകളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, ഞാൻ അവനെ പൂർണ്ണമായും വിശ്വസിച്ചു, ഞാൻ അവനെ പൂർണ്ണമായും അവൻ പറഞ്ഞത് ഞാൻ അംഗീകരിച്ചു. അങ്ങനെ പൂർണ്ണമായും എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏത് വാക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് പകരം ഇംഗ്ലീഷിൽ ആബ്സല്യൂട്ട്ലി എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആബ്സല്യൂട്ട്ലി എന്ന് വെച്ചാൽ പൂർണ്ണമായും. ഉദാഹരണത്തിന്, ഞാൻ അവനെ പൂർണ്ണമായും വിശ്വസിച്ചു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഐ ആബ്സല്യൂട്ട്ലി ട്രസ്റ്റ് ഹിം. സോ ഇവിടെ പൂർണ്ണമായും എന്നുള്ള വാക്കിന് പകരം ആബ്സല്യൂട്ട്ലി എന്നുള്ള വാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചില സമയത്ത് ഒരാളൊരു കാര്യം പറയുമ്പം അവർ പറയുന്നതിനോട് നമ്മൾ 100% യോജിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും തീർച്ചയായും എന്ന് പറയും. അതായത് ഉദാഹരണത്തിന്, നീ നാളെ ഇവിടെ സമയത്തിന് എത്തണം, തീർച്ചയായും എന്ന് വെച്ചാൽ തീർച്ചയായും ഞാൻ എത്തും, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ അതിന് നമുക്ക് ഇംഗ്ലീഷിൽ അതിന് പകരം നമുക്ക് ആബ്സല്യൂട്ട്ലി എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, യു ഷുഡ് റീച്ച് ഹിയർ ഓൺ ടൈം. നീ ഇവിടെ കൃത്യസമയത്ത് എത്തണം. അപ്പം ഞാൻ പറയാണ് തീർച്ചയായും, അതിന് പകരം ഞാൻ ആബ്സല്യൂട്ട്ലി എന്ന് എനിക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായും അതുപോലെ തന്നെ പൂർണ്ണമായും എന്നുള്ള അർത്ഥത്തിൽ ആബ്സല്യൂട്ട്ലി എന്ന വാക്ക് നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം, സ്വീകരിക്കുക. സ്വീകരിക്കുക എന്നുള്ളതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ഏത് വാക്ക് യൂസ് ചെയ്യാൻ പറ്റും? ആക്സെപ്റ്റ് എന്ന വാക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് സ്വീകരിക്കുമോ? ഇത് നമ്മളൊരു കടയിൽ ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലും പേ ചെയ്യണം. അപ്പം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുമോ? സ്വീകരിക്കുമോ എന്നുള്ളത് നമ്മൾ സാധാരണ എടുക്കുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുമോ? ഇതെങ്ങനെ ചോദിക്കാൻ പറ്റും? ഡു യു ആക്സെപ്റ്റ് ക്രെഡിറ്റ് കാർഡ്? അതായത് സ്വീകരിക്കുമോ എന്നുള്ളതിന് പകരം നമുക്ക് ആക്സെപ്റ്റ് എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കിയാലോ? എനിക്ക് ഈ സമ്മാനം സ്വീകരിക്കാൻ കഴിയില്ല. ഒരാൾ നമുക്കൊരു ഗിഫ്റ്റ് തരുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് എനിക്കിത് സ്വീകരിക്കാൻ കഴിയില്ല. അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഐ കനോട്ട് ആക്സെപ്റ്റ് ദിസ് ഗിഫ്റ്റ്. ഐ കനോട്ട് ആക്സെപ്റ്റ് ദിസ് ഗിഫ്റ്റ്. സോ സ്വീകരിക്കുക എന്നുള്ളതിന് നമുക്ക് ആക്സെപ്റ്റ് എന്ന് പറയാം. സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വന്നതുകൊണ്ടാണ് ഞാൻ കനോട്ട് ആക്സെപ്റ്റ് എന്ന് യൂസ് ചെയ്തത് സെക്കൻഡ് സെൻറ്റൻസിൽ. ഓക്കെ, നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന വാക്കാണ് കൂടുതൽ നല്ലത്. ഇതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? അതായത് നല്ലതെന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇതൊരു നല്ല പേനയാണ്, ദിസ് ഇസ് എ ഗുഡ് പെൻ. അവൻ നല്ലൊരു മനുഷ്യനാണ്, ഹീസ് എ ഗുഡ് പേഴ്സൺ. അപ്പോൾ കൂടുതൽ നല്ലത് എന്ന് എങ്ങനെ പറയും? ഈ പേനയാണ് കൂടുതൽ നല്ലത്. ഇതെങ്ങനെ പറയാൻ പറ്റും? കൂടുതൽ നല്ലതെന്നുള്ളതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ബെറ്റർ എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഉദാഹരണം നോക്കാം. എനിക്ക് കുറച്ചുകൂടി നല്ല അവസരം കിട്ടി. അതായത് എനിക്ക് കൂടുതൽ നല്ല അവസരം കിട്ടി. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? എനിക്ക് നല്ല അവസരം കിട്ടി എന്ന് പറയാനായിട്ട് ഐ ഗോട്ട് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. എനിക്ക് കൂടുതൽ നല്ല അവസരം കിട്ടി എന്ന് പറയാനായിട്ട് ഐ ഗോട്ട് എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി. ബെറ്റർ. ഓക്കെ, കൂടുതൽ നല്ലത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അവൾ അവനേക്കാളും നല്ലൊരു ടീച്ചറാണ്. അതായത് അവനേക്കാളും നല്ലൊരു ടീച്ചർ, അവനേക്കാളും കൂടുതൽ നല്ലൊരു ടീച്ചറാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഷീ ഈസ് എ ബെറ്റർ ടീച്ചർ ദാൻ ഹിം. അതായത് അവനേക്കാളും കുറച്ചുകൂടി നല്ല ടീച്ചർ അവളാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ നല്ലത് എന്നുള്ള രീതിയിൽ നമുക്ക് മോർ ഗുഡ് എന്ന് പറയേണ്ട, ബട്ട് ബെറ്റർ എന്ന വാക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അടുത്ത വാക്ക് നമുക്ക് നോക്കാം, ഊഹിക്കുക. ഓക്കെ, ഞാൻ അങ്ങനെ ആയിരിക്കും സംഭവിച്ചതെന്ന് ഊഹിച്ചു, അവൻ ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ ഊഹിച്ചു. ഊഹിക്കുക എന്നുള്ളതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ഏത് വാക്ക് യൂസ് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, അസ്യൂം. എന്താണ് അസ്യൂം എന്ന് വെച്ചാൽ ഊഹിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ പാടില്ല. നമ്മൾ കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ പാടില്ല. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? വി ഷുഡ് നോട്ട് അസ്യൂം തിങ്സ്. വി ഷുഡ് നോട്ട് അസ്യൂം തിങ്സ് എന്ന് വെച്ചാൽ, ഷുഡ് നോട്ട് അസ്യൂം എന്ന് വെച്ചാൽ ഊഹിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം വി ഷുഡ് നോട്ട് അസ്യൂം തിങ്സ്. ഇവിടെ ഊഹിക്കാൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഏത് വാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്? അസ്യൂം എന്ന വാക്കാണ്. നമുക്ക് മറ്റൊരു എക്സാമ്പിളും കൂടി നോക്കാം. അവരിന്ന് വരില്ല എന്ന് ഞാൻ ഊഹിച്ചു. അവരിന്ന് വരില്ല എന്ന് ഞാൻ ഊഹിച്ചു. I assumed that they will not come. I assumed that they will not come. അതായത് അവർ വരില്ല എന്ന് ഞാൻ ഊഹിച്ചു. അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ഞാൻ ഊഹിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസ്യൂംഡ് എന്ന് പറയുന്നത്. ഊഹിക്കുക, അസ്യൂം, ഊഹിച്ചു, അസ്യൂംഡ്. ഓക്കെ, അപ്പോൾ ഊഹിക്കുക എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ അസ്യൂം എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത വാക്കാണ് ആയിത്തീരുക, ആകണം. ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? അതായത് ഉദാഹരണത്തിന്, എനിക്കൊരു ഡോക്ടർ ആകണം. ഇതെങ്ങനെ പറയാൻ പറ്റും? അല്ലെങ്കിൽ എനിക്കൊരു എഞ്ചിനീയർ ആവണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ആകണം എന്ന് പറയാനായിട്ട് നമുക്ക് ബിക്കം എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, അവനൊരു ഡോക്ടറായി. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? അവനൊരു ഡോക്ടറായി. ഹി ബിക്കെയിം എ ഡോക്ടർ എന്ന് പറയാം. ഹി ബിക്കെയിം എ ഡോക്ടർ. ആകണം എന്നുള്ളതിന് നമ്മൾ ബിക്കം എന്ന് പറയും. ആയി എന്നുള്ളതിന് നമ്മൾ ബിക്കെയിം എന്ന് പറയും. ഓക്കെ, ആകണം എന്ന് പറയുമ്പോൾ ബിക്കം, ആയി എന്ന് പറയുമ്പോൾ ബിക്കെയിം. ഇനി അടുത്ത മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എനിക്കൊരു ടീച്ചർ ആകണം. അതെങ്ങനെ പറയാം?
ഐ വോണ്ട് ടു ബിക്കം എ ടീച്ചർ. അപ്പോൾ ആകണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ബിക്കം എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. ഐ വോണ്ട് ടു ബിക്കം എ ടീച്ചർ, എനിക്കൊരു ടീച്ചർ ആകണം. അപ്പോൾ ആകണം എന്ന് പറയാനായിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് ബിക്കം യൂസ് ചെയ്യാം. ആയി എന്ന് പറയാനായിട്ട് എന്ത് യൂസ് ചെയ്യാം? ബിക്കേം യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം. ശല്യപ്പെടുത്തുക. ശല്യപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? ശല്യപ്പെടുത്തുക. ഡിസ്റ്റർബ് എന്നുള്ളൊരു വാക്ക് ഓൾറെഡി ഉണ്ട്, പക്ഷെ അതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വാക്ക് പഠിച്ചാലോ? അതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ബോധർ. ബോധർ. ഉദാഹരണത്തിന്, ഞങ്ങളെ ശല്യപ്പെടുത്തരുത് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഡു നോട്ട് ഡിസ്റ്റർബ് അസ് എന്ന് പറയാം. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഡു നോട്ട് ബോദർ അസ് എന്ന് പറയാം. ഡു നോട്ട് ബോദർ അസ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ശല്യപ്പെടുത്തിയതിൽ ക്ഷമിക്കണം. ശല്യപ്പെടുത്തിയതിൽ ക്ഷമിക്കണം, അല്ലെങ്കിൽ ശല്യപ്പെടുത്തിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഐ എം സോറി ടു ബോദർ യു. ഐ എം സോറി ടു ഡിസ്റ്റർബ് യു എന്ന് നമുക്ക് പറയാം, പക്ഷെ ബെറ്റർ ആയിട്ട് ഐ എം സോറി ടു ബോദർ യു എന്ന് പറയാം. അപ്പോൾ ബോദർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ശല്യപ്പെടുത്തുക. ഓക്കെ, ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം. അതുവരെ. അതുവരെ എന്നുള്ളതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ഏത് വാക്കാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? അൺടിൽ എന്ന വാക്കാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഉദാഹരണത്തിന്, ഞാൻ 3 മണി വരെ ഉണർന്നിരിക്കുകയായിരുന്നു. ഞാൻ 3 മണി വരെ ഉണർന്നിരിക്കുകയായിരുന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഐ വാസ് awake until 3 in the morning. 3 in the morning എന്ന് പറഞ്ഞാൽ രാവിലെ 3 മണി വരെ എന്നുള്ള അർത്ഥത്തിലാണ്. until 3 in the morning, രാവിലെ 3 മണി വരെ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ഐ വാസ് awake until 3 in the morning എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വാസ് up until 3 in the morning എന്ന് വെച്ചാൽ ഞാൻ രാവിലെ 3 മണി വരെ ഉണർന്നിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിളും കൂടി നോക്കാം. അവൻ വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. അവൻ വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. ഇനി നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാൻ പറ്റും? വി ഷുഡ് വെയിറ്റ് അൺടിൽ ഹീ കംസ്. അവൻ വരുന്നത് വരെ, അൺടിൽ ഹീ കംസ്. അവൻ വരുന്നത് വരെ എന്ന് കാണിക്കാനാണ് നമ്മൾ അൺടിൽ ഹീ കംസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതേസമയം. ഇത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നീ കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനത് വായിച്ചു. അതായത് കുളിച്ചുകൊണ്ടിരുന്ന അതേ സമയത്ത് ഞാനത് വായിച്ചു. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? അതേ സമയം എന്നുള്ളതിന് പകരം ഇംഗ്ലീഷിൽ നമുക്ക് വൈൽ എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നീ കുളിച്ചുകൊണ്ടിരുന്ന അതേ സമയം ഞാനത് വായിച്ചു എന്നുള്ളത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? നമുക്കിങ്ങനെ പറയാം, ഐ റെഡ് ഇറ്റ് വൈൽ യു വെ ടേക്കിംഗ് എ ബാത്ത്. ഐ റെഡ് ഇറ്റ് വൈൽ യു വെ ടേക്കിംഗ് എ ബാത്ത് എന്ന് വെച്ചാൽ നീ കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു? അത് വായിച്ചു. അപ്പോൾ അതേ സമയം, അതായത് ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം മറ്റൊരു സംഭവം നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വൈൽ എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത്. മറ്റൊരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം സെയിം വാക്കിൻ്റെ. ഞാൻ ഇറ്റലിയിലായിരുന്ന സമയത്ത് അവനെ കണ്ടിരുന്നു. ഞാൻ ഇറ്റലിയിലായിരുന്ന സമയത്ത് അവനെ കണ്ടിരുന്നു. ഇതെങ്ങനെ പറയാൻ പറ്റും? ഐ ഹാഡ് സീൻ ഹിം വൈൽ ഐ വാസ് ഇൻ ഇറ്റലി. ഐ ഹാഡ് സീൻ ഹിം വൈൽ ഐ വാസ് ഇൻ ഇറ്റലി. അതായത് ഇറ്റലിയിലായിരുന്ന ആ ഒരു സമയത്ത്, ആ ഒരു കാലയളവിൽ ഞാൻ അവനെ കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇറ്റലിയിലായിരിക്കുന്ന ആ ഒരു ആക്ഷൻ, അതായത് ഇറ്റലിയിൽ നമ്മൾ നിന്നുകൊണ്ടിരുന്ന സമയം, ആ സമയത്ത് തന്നെ മറ്റൊരു ആക്ഷൻ നടന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? വൈൽ എന്ന വാക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വൈൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതേ സമയം. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എ വൈൽ. എ വൈൽ അതായത് കുറച്ച് സമയം. കുറച്ച് സമയം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എ വൈൽ എന്ന ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാൻ നിന്നെ കുറച്ച് സമയത്തിനുള്ളിൽ വിളിക്കാം. ഞാൻ നിന്നെ കുറച്ച് സമയത്തിനുള്ളിൽ വിളിക്കാം. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഐ വിൽ കോൾ യു ഇൻ എ വൈൽ. കുറച്ച് സമയം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എ വൈൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇൻ എ വൈൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ നിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് വിളിക്കാം എന്നങ്ങനെ പറയും, ഐ വിൽ കോൾ യു ഇൻ എ വൈൽ. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെ നിൽക്കാം. ഞാൻ കുറച്ച് നേരം ഇവിടെ നിൽക്കാം. ഞാൻ കുറച്ച് നേരം ഇവിടെ നിൽക്കാം എന്നെങ്ങനെ പറയും? ഐ വിൽ സ്റ്റേ ഹിയർ ഫോർ എ വൈൽ. ഐ വിൽ സ്റ്റേ ഹിയർ ഫോർ എ വൈൽ. കുറച്ച് നേരം കൂടി ഇവിടെ നിൽക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേ ഹിയർ ഫോർ എ വൈൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ വൈൽ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ കുറച്ച് സമയം എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു വാക്ക് നോക്കാം. അതിലൂടെ, അതിൽ കൂടി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ഫോർ എക്സാമ്പിൾ, ഞാൻ കാട്ടിലൂടെ നടന്നു പോയി, ഞാൻ പറമ്പിലൂടെ പോയി എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ അതിൽ കൂടി അല്ലെങ്കിൽ അതിലൂടെ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് ത്രൂ. ത്രൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, അവർ കാട്ടിലൂടെ നടന്നു പോയി. ഇതെങ്ങനെ പറയാൻ പറ്റും? ദേ വാക്ക്ഡ് ത്രൂ ദ ഫോറസ്റ്റ്. ദേ വാക്ക്ഡ് ത്രൂ ദ ഫോറസ്റ്റ് എന്നാണ്. കാട്ടിലൂടെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ത്രൂ ദ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ, ഞങ്ങൾ ടണലിലൂടെ ഡ്രൈവ് ചെയ്ത് പോയി. ഓക്കെ, അതായത് നമ്മൾ ഒരു തുരങ്കം അതിലൂടെ ഡ്രൈവ് ചെയ്ത് പോയി എന്ന് എങ്ങനെ പറയാൻ പറ്റും ഇംഗ്ലീഷിൽ? വി ഡ്രോവ്
ത്രൂ എ ടണൽ. ഇവിടെ ഡ്രോവ് എന്ന് കൊടുത്തിരിക്കുന്നത് വണ്ടി ഓടിക്കുക എന്നുള്ളതിന് നമ്മൾ ഡ്രൈവ് എന്ന് പറയും. വണ്ടി ഓടിച്ചു എന്നുള്ളതിനാണ് ഡ്രോവ് എന്ന് കൊടുത്തിരിക്കുന്നത്. ടണലിലൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ത്രൂ ദ ടണൽ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ടണലിലൂടെ വണ്ടി ഓടിച്ചു പോയി എന്ന് എങ്ങനെ പറയും? വി ഡ്രോവ് ത്രൂ ദ ടണൽ എന്ന് പറയാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് 10 വാക്കുകളാണ് പഠിച്ചത്. പെട്ടെന്ന് പഠിച്ചല്ലേ? അപ്പോൾ ഈ 10 വാക്കുകൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കാം, അത് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇതേപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് വരുമ്പോഴും ഞങ്ങൾ ലൈവ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് അത് കാണാൻ കഴിയുള്ളൂ. അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ അത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനും വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ഹാവ് എ വണ്ടർഫുൾ ഡേ. English Mithra. Stop worrying, start learning.